നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂർഖൻ പാമ്പിനെ കടിച്ചു കൊന്നതിന് പിന്നാലെ ഒരു വയസ്സുകാരൻ ബോധം കെട്ട് വീണു. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ബേട്ടിയ ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. ഗോവിന്ദ് കുമാർ എന്ന കുരുന്നാണ് മൂർഖൻ പാമ്പിനെ കടിച്ചു കൊന്നത്. ഉടൻ തന്നെ കുഞ്ഞ് ബോധരഹിതനായ ശേഷം കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. ഏതായാലും കുട്ടി ഇപ്പോൾ ആരോഗ്യനിലയ്ക്ക് തന്നെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കുട്ടി മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നേരത്തൊന്നും തന്നെ ആരും അടുത്തില്ലായിരുന്നു. ഉടനെയാണ് കുട്ടിയുടെ അടുത്തേക്ക് ഒരു മൂർഖൻ പാമ്പ് എത്തുന്നത്. ഉടൻ തന്നെ കുട്ടി അതിനെ പിടിച്ച് കടിക്കുകയായിരുന്നു. പിന്നീടാണ് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ദുവാകാന്ത് മിശ്ര പറയുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മൂർഖനെ കുട്ടി കണ്ടത്. ഉപദ്രവകാരിയാണെന്നോ പാമ്പാണെന്നോ തിരിച്ചറിവില്ലാത്ത കുരുന്നാണ് പാമ്പിനെ കടിക്കുകയായിരുന്നു കുട്ടി. വീടിനടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി കളിക്കുന്നതിനിടെ പാമ്പ് കയ്യിൽ ചുറ്റുകയും ചെയ്തിരുന്നു. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിനാണ് കുട്ടി പാമ്പിന്റെ ശരീരത്തിൽ കടിച്ചത്. പാമ്പ് തൽക്ഷണം തന്നെ ചത്തു. സംഭവം കണ്ട് ഓടിയെത്തിയ മുത്തശ്ശി ആദ്യം ഒന്ന് നടുങ്ങി. ഈ നേരം കൊണ്ട് കുട്ടി പാമ്പിനെ കടിച്ചു കൊന്നിരുന്നു. പാമ്പ് ചത്തതിന് പിന്നാലെ കുട്ടിയും ബോധം കെട്ടു. ഉടൻ തന്നെ വീട്ടുകാർ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കളിപ്പാട്ടമെന്ന് തെറ്റിദ്ധരിച്ചാവാം കുട്ടി പാമ്പിനെടുത്ത് എത്തിയതെന്നാണ് നിഗമനം. അത് കരുതിയായിരിക്കാം. കുഞ്ഞുങ്ങളാകുമ്പോൾ എല്ലാ സാധനങ്ങളും ആദ്യം വായിലേക്ക് കടിക്കാനായിട്ട് ശ്രമിക്കും. ആ ഒരു പ്രായം തന്നെയാണ് ഈ ഒരു കുരുന്നിനുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടി അത് അപകടകാരിയാണോ എന്നൊന്നും അറിയാതെ അതിനെടുത്ത് കടിക്കുകയായിരുന്നു. പാമ്പ് വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിന്റെ അമ്മ അടുത്ത് വിറക് ശേഖരിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും തന്നെ കുഞ്ഞിന്റെ അടുത്ത് ആരുമില്ലായിരുന്നു. പിന്നീടാണ് മുത്തശ്ശി അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചത്ത പാമ്പാണ് കിടക്കുന്നുണ്ടായിരുന്നത്. കുഞ്ഞിന് കടിയേറ്റു എന്നുള്ള കാര്യമൊന്നും തന്നെ അറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് ബോധം കെട്ട് വീഴുകയായിരുന്നു. ഏതായാലും അതൊരു മൂർഖൻ പാമ്പായിരുന്നു എന്നാണ് മുത്തശ്ശി വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടിയുടെ ഉള്ളിലേക്ക് വിഷാംശം എത്തിയിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുകയാണ്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. 2 അടി നീളമുള്ള പാമ്പിനെയാണ് കുട്ടി കടിച്ചു കൊന്നത്. കുട്ടിയുടെ കടിയേറ്റ പാമ്പ് 2 കഷ്ണമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം വിഷമുള്ള ഇനം പാമ്പാണ് മൂർഖൻ. കടിയേറ്റാൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അവിടെയാണ് വളരെ അത്ഭുതകരമായിട്ട് ഈ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ കടിക്കുന്നതിനിടയിൽ കുഞ്ഞിന് തിരിച്ചെങ്ങാനും പാമ്പ് കടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. ഏതായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും വീട്ടുകാർ അത് കാണാൻ ഇടവരികയും ചെയ്തതാണ് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനും ഒരു കാരണമായത്. ഏതായാലും നിലവിൽ ആശുപത്രിയിൽ തന്നെയാണ്. പക്ഷേ കുഞ്ഞിന്റെ ആരോഗ്യനില കുഴപ്പമില്ല, തുടരുകയാണെന്നാണ് ഡോക്ടറും അതുപോലെ തന്നെ കുഞ്ഞിനെ പരിശോധിച്ചിട്ടുള്ള ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്നത്.